ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? ഇതുവരെ നന്നായി. ഏത് എക്സാം ആയിരുന്നു ഏട്ടാ? മലയാളമായിരുന്നു. അങ്ങനെ ഒരു വിചാരിച്ചത്ര ആദ്യം അത്ര ഇതായില്ലേ. ഇനി അങ്ങോട്ടുള്ളതൊക്കെ മലയാളമാണ്. അല്ലാത്തടത്തൊക്കെ ബുദ്ധിമുട്ട് വരും. പഠിച്ചതൊക്കെയാണോ വന്നേ? ഇപ്പം ബുക്കൊന്ന് പഠിച്ചതൊക്കെ തന്നെ. ഇതൊരു വലിയ മാതൃകയാണ്. താങ്കൾ ഈ ഒരു ഇത്ര വലിയൊരു എസ്റ്റാബ്ലിഷ് ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് വില കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷയ്ക്കൊക്കെ വരാമെന്ന് അതിനെങ്ങനെ നോക്കി കാണുന്നു? അത് എങ്ങനെ മാതൃകയാക്കാമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാനിങ്ങനെ കുറേ കൊതിയുണ്ട്. കുറേ എല്ലാവരും കൂട്ടുകാരെ പോലെയൊക്കെ അത് എവിടെയൊക്കെയാണോ പിഴവ് പറ്റിയത് അതൊക്കെ വളരെ ഉള്ളതായിരുന്നു ജീവിതത്തിൽ. അത് പിന്നെ ഇങ്ങനെ തരണം ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും ആ സമയത്ത് അങ്ങനെ ചിട്ടയോടെ പഠിക്കുന്ന ഒരു അറിവൊന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും സ്വയം സമാധാനിപ്പിക്കുക, മനസ്സിന് സമാധാനം സൗകര്യം കിട്ടിയപ്പോൾ പഠിച്ചോ നീ എന്ന് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ചോദിച്ചാൽ അതിനൊരു പരിഹാരം എന്ന വണ്ണം ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ആദ്യമുള്ളവരുണ്ടെങ്കിൽ കൂടെ കൂടാലോ എന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവരും പണം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായാൽ മതി ജീവിക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇത് രണ്ടും ഉള്ള ഒരു ആളാണ് ചേട്ടൻ. പക്ഷെ എന്നിട്ട് പോലും വിദ്യാഭ്യാസത്തിന് വില കൊടുത്ത് വരുന്നു, ഈ ഒരു മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരാത്തവരോട് എന്താണ് പറയാനുള്ളത്? അത് തന്നെ പ്രധാനമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നത് അത് തന്നെ. അതുണ്ടെങ്കിൽ ബാക്കി താനെ വന്നോളൂ എന്നാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് വന്നിട്ടും മതി വരാത്ത മനുഷ്യരായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഭാവി പരിപാടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്? അതെ, ഇതിപ്പോൾ ഇത് കഴിഞ്ഞാലേ 10 എഴുതാൻ പറ്റുള്ളൂ. അപ്പം 7 എഴുതിയതേ ഉള്ളൂ. ഇനി ഇരുന്ന് പഠിച്ച് അടുത്ത വർഷം തുടക്കത്തിലൊക്കെ പരീക്ഷ 10 എഴുതുന്നതാണ്. ഷൂട്ടിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നുണ്ടോ പഠിക്കാനൊക്കെ? അപ്പോൾ പെട്ടെന്നായിപ്പോയി. എനിക്ക് സമയം കിട്ടാതെ ഞാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു മേഡത്തിന് കൂടുതൽ അപേക്ഷകൾ കൊടുത്തതായിരുന്നു. പിന്നീട് സൗകര്യമില്ല. പെട്ടെന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നൊരു പടം അങ്ങോട്ട് നീങ്ങി. അതെന്നാൽ പെട്ടെന്ന് അയക്കാൻ തരിക. അപ്പോൾ പഠിത്തവും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഒരു വെപ്രാളമായിരുന്നു ഉള്ളത്. പഠിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ ആരെങ്കിലും സഹായിക്കാനായിട്ടുണ്ടോ? അങ്ങനെ. പിന്നെ ബാക്കി ഇതിന് ഹിന്ദിയാണ് തീരെ പറ്റാത്തത്. അത് പിന്നെ മോളൊക്കെ വന്നിരുന്നു പറഞ്ഞു വന്നു. പിന്നെ അങ്ങനെയൊക്കെ തന്നെ കൂട്ടുകാരടുത്തൊക്കെ സംശയം. പക്ഷെ അതിനുവേണ്ടി ഇരിക്കാൻ പറ്റാതായി. ശരി.